ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാരൂസ് എഡു ടിപ്സ്. എല്ലാ കൂട്ടുകാർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് PSC മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ആവർത്തന ചോദ്യങ്ങളാണ്. മിക്ക പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണിത്. ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ഇത് പ്രതീക്ഷിക്കാം. നിസ്സാരമെന്ന് തോന്നിക്കുന്ന പല ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ എക്സാം ഹാളിൽ തെറ്റിച്ചിട്ട് വരിക. അതുകൊണ്ട് ഇത് റിപ്പീറ്റായിട്ട് കേൾക്കുന്തോറും നമുക്കത് അറ്റൻഡ് ചെയ്യാൻ കഴിയും. എല്ലാവരും അത് പഠിക്കുക. അതുപോലെ 10th പ്രിലിംസിൻ്റെ ഈ ഫസ്റ്റും സെക്കൻഡും സ്റ്റേജ് എക്സാം കഴിഞ്ഞു. അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതുപോലെ സയൻസിൻ്റെയും റിലേറ്റഡ് ഫാക്ട്സ് വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് ഉപകാരപ്പെടും. 3-4 ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതുന്നവർ തീർച്ചയായും അത് കണ്ട് പഠിക്കുക. ക്ലാസ്സിലേക്ക് കടക്കാം. ഈ സെക്കൻഡ് സ്റ്റേജ് എക്സാമിന് നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് ചോദ്യം ഉണ്ടായിരുന്നു. നമുക്കത് നോക്കാം. നിസ്സഹകരണ പ്രസ്ഥാനം 1920-22. നിസ്സഹകരണ പ്രസ്ഥാനം 1920-22. 1920 കൽക്കത്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ലാല ലജ്പത് റായ്. 1920 കൽക്കത്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാണ് ലാല ലജ്പത് റായ്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനം. നിസ്സഹകരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1920 നാഗ്പൂർ സമ്മേളനം. അടുത്ത ക്വസ്റ്റ്യൻ, 1920 നാഗ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. 1920 നാഗ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ വിജയരാഘവ ആചാരി. വിജയരാഘവ ആചാരിയാണ് 1920 നാഗ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം നിസ്സഹകരണ പ്രസ്ഥാനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. അപ്പോൾ 1920 നാഗ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാണ് വിജയരാഘവ ആചാരി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. അടുത്തത് നമുക്ക് ചൗരി ചൗര സംഭവത്തെക്കുറിച്ച് നോക്കാം. ചൗരി ചൗര സംഭവം നടക്കുന്നത് 1922. ചൗരി ചൗര സംഭവം 1922. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് 1922 ഫെബ്രുവരി 11. 1922 ഫെബ്രുവരി 11 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത്. ചൗരി ചൗര സംഭവം 1922. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതെന്നാണ് 1922 ഫെബ്രുവരി 11. അടുത്ത ക്വസ്റ്റ്യൻ, ചൗരി ചൗര ഗ്രാമം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം ഉത്തർപ്രദേശ്. ചൗരി ചൗര ഗ്രാമം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഗാന്ധിജിയെ ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ട് തടവിലാക്കിയ ജയിൽ യർവാദ. ഗാന്ധിജിയെ ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ട് തടവിലാക്കിയ ജയിലാണ് യർവാദ. അപ്പോൾ ചൗരി ചൗര ഗ്രാമം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഗാന്ധിജിയെ ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ട് തടവിലാക്കിയ ജയിലാണ് യർവാദ. അടുത്ത ക്വസ്റ്റ്യൻ, ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഗാന്ധിജി. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഇതൊക്കെ ഒരുപാട് വട്ടം ആവർത്തിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്നത് മൊത്തം. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തമെന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച നടപടി. ഏത് സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത്? നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച നടപടി. അപ്പോൾ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ഏത് സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത്? നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച നടപടിയെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, 1922 നികുതി നൽകുന്നത് നിർത്തലാക്കിക്കൊണ്ട് സാരാബന്ദി പ്രക്ഷോഭം സംഘടിപ്പിച്ച നേതാവ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ.
1922 നികുതി നൽകുന്നത് നിർത്തലാക്കിക്കൊണ്ട് സാരാബന്ദി പ്രക്ഷോഭം സംഘടിപ്പിച്ച നേതാവ് സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്ത ക്വസ്റ്റ്യൻ, സ്വരാജ് പാർട്ടി രൂപീകൃതമായ വർഷം. 1923 ജനുവരി 1. 1923 ജനുവരി 1-നാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ CR ദാസും മോത്തിലാൽ നെഹ്റു. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളാണ് CR ദാസ്, മോത്തിലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ, സൈമൺ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ. ഉത്തരം 7. 7 അംഗങ്ങളാണ് സൈമൺ കമ്മീഷനിൽ ഉള്ളത്. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയ വർഷം 1930. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയ വർഷമാണ് 1930. നമുക്കൊന്നുകൂടെ നോക്കാം. സ്വരാജ് പാർട്ടി രൂപീകൃതമായ വർഷം 1923 ജനുവരി 1. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ CR ദാസ്, മോത്തിലാൽ നെഹ്റു. സൈമൺ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ 7. സൈമൺ കമ്മീഷനിലെ അംഗങ്ങൾ 7 പേരാണ്. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയ വർഷം 1930. 1930-ലാണ് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, എവിടെയാണ് 1857-ലെ കലാപം ആരംഭിച്ചത്? ഉത്തരം മീററ്റ്. മീററ്റിലാണ് 1857-ലെ കലാപം ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. ഉത്തരം ജസ്റ്റിസ് ഫസൽ അലി. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാണ് ഫസൽ അലി. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം. ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം. ഒന്നും കൂടെ നോക്കാം. എവിടെയാണ് 1857-ലെ കലാപം ആരംഭിച്ചത്? മീററ്റിലാണ് കലാപം ആരംഭിച്ചത്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് ഫസൽ അലി. സെക്കൻഡ് സ്റ്റേജ് എക്സാമിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം. ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. അടുത്ത ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ. ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യസമര സേനാനി. ബാലഗംഗാധര തിലകൻ. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യസമര സേനാനിയാണ് ബാലഗംഗാധര തിലക്. പിൻതീയതിയിട്ട ചെക്ക് എന്ന വിശേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ക്രിപ്സ് മിഷൻ. ഗാന്ധിജിയുടെ ക്രിപ്സ് മിഷനാണ് പിൻതീയതിയിട്ട ചെക്ക് എന്ന വിശേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം 1930. 1930-ലാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത്. ഒന്നും കൂടെ നോക്കാം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യസമര സേനാനി ബാലഗംഗാധര തിലക്. പിൻതീയതിയിട്ട ചെക്ക് എന്ന വിശേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ക്രിപ്സ് മിഷൻ. ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം 1930. അടുത്ത ക്വസ്റ്റ്യൻ, അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ. ഉത്തരം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകനാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ബാലഗംഗാധര തിലക് ആരംഭിച്ച പത്രം. ഉത്തരം കേസരി. കേസരിയാണ് ബാലഗംഗാധര തിലക് ആരംഭിച്ച പത്രം. ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസഫ് അലി. അരുണ ആസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് അറിയപ്പെടുന്നത്. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവൽ. ഉത്തരം ആനന്ദമഠം. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലാണ് ആനന്ദമഠം.
ഒന്നും കൂടെ നോക്കാം. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകനാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ബാലഗംഗാധര തിലക് ആരംഭിച്ച പത്രമാണ് കേസരി. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫ് അലി. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമര നായകനോ? ജയപ്രകാശ് നാരായണൻ. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവൽ. ഉത്തരം ആനന്ദമഠം. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലാണ് ആനന്ദമഠം. അടുത്ത ക്വസ്റ്റ്യൻ. ലണ്ടനിൽ വെച്ച് നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ്. ഉത്തരം BR അംബേദ്കർ. ലണ്ടനിൽ വെച്ച് നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവാണ് BR അംബേദ്കർ. അടുത്ത ക്വസ്റ്റ്യൻ. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത. ഉത്തരം ആനി ബസന്റ്. ആനി ബസന്റ് ആണ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. സംബാദ് കൗമുദി. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംബാദ് കൗമുദി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി. ഉത്തരം മംഗൾ പാണ്ഡെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. ലണ്ടനിൽ വെച്ച് നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവാണ് ഡോക്ടർ BR അംബേദ്കർ. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിതയാണ് ആനി ബസന്റ്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംബാദ് കൗമുദി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. അടുത്ത ക്വസ്റ്റ്യൻ. ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പുനരുദ്ധാരണത്തിന് വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനം. ഉത്തരം ആര്യ സമാജം. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പുനരുദ്ധാരണത്തിന് വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി ആരംഭിച്ച പ്രസ്ഥാനമാണ് ആര്യ സമാജം. അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി. സി രാജഗോപാലാചാരി. വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സി രാജഗോപാലാചാരി. ഗദ്ദാർ പാർട്ടി രൂപീകൃതമായത് 1913. ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് 1913. ഒന്നും കൂടെ നോക്കാം. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പുനരുദ്ധാരണത്തിന് വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി ആരംഭിച്ച പ്രസ്ഥാനമാണ് ആര്യ സമാജം. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സി രാജഗോപാലാചാരി. ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് 1913. അടുത്ത ക്വസ്റ്റ്യൻ. ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ആരാണ്? ലാല ഹർദയാൽ. ലാല ഹർദയാലാണ് ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ്. ഉത്തരം ആനി ബസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റാണ് ആനി ബസന്റ്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച വർഷം 1942. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച വർഷമാണ് 1942. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആയി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രക്ഷോഭം. കീഴരിയൂർ ബോംബ് കേസ്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രക്ഷോഭമാണ് കീഴരിയൂർ ബോംബ് കേസ്. ഒന്നും കൂടെ നോക്കാം. ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ലാല ഹർദയാൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച വർഷം 1942. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രക്ഷോഭം കീഴരിയൂർ ബോംബ് കേസ്. ഈ സെക്കൻഡ് സ്റ്റേജ് എക്സാമിൽ ആനി ബസന്റുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? അതിൽ ഓപ്ഷൻ 1 ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു. 2 ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. 3 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. ഇതിനകത്ത് ബന്ധമില്ലാത്ത പ്രസ്താവനയെന്ന് പറയുന്നത് 1 അതാണ് അതിൻ്റെ ആൻസർ. ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചത് ആനി ബസന്റ് അല്ല, ജ്യോതിറാവു ഫുലെയാണ്. അതുപോലെ ഈ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ സെക്കൻഡ് സ്റ്റേജിൽ ചോദിച്ചത്, ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ KB മേനോൻ? അതിൻ്റെ ആൻസർ കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വ്യക്തിയാണ് ഡോക്ടർ KB മേനോൻ.
അടുത്ത ക്വസ്റ്റ്യൻ, കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. ഉത്തരം മൗലാന അബുൽ കലാം ആസാദ്. കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് മൗലാന അബുൽ കലാം ആസാദ്. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന വ്യക്തി. ഉത്തരം മൗലാന അബുൽ കലാം ആസാദ്. ഇദ്ദേഹത്തെക്കുറിച്ച് സെക്കൻഡ് സ്റ്റേജ് എക്സാമിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് മൗലാന അബുൽ കലാം ആസാദ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ ശില്പി. ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ ശില്പിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക ഭാരതത്തിൻ്റെ നവോത്ഥാന നായകൻ. ഉത്തരം രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയെക്കുറിച്ച് 10th പ്രിലിംസിന് ഫസ്റ്റ് സ്റ്റേജിലും സെക്കൻഡ് സ്റ്റേജിലും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത 3, 4 ഘട്ടത്തിലും വീണ്ടും അത് ആവർത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് രാജാറാം മോഹൻ റോയിയെ കുറിച്ച് നല്ലതുപോലെ പഠിക്കുക. അതിൻ്റെ ആവർത്തിച്ച് ചെയ്ത ടോപ്പിക്കിനകത്ത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് കാണുക, പഠിക്കുക. നീലം കലാപം നടന്നത് ഏത് സംസ്ഥാനത്ത്? ബംഗാളിലാണ് നീലം കലാപം നടന്നത്. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം? 1917. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം 1917. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെ? കൽക്കട്ട. കൽക്കട്ടയിലാണ് രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത്. അപ്പോൾ ഒന്നും കൂടെ നോക്കാം. ആധുനിക ഭാരതത്തിൻ്റെ നവോത്ഥാന നായകൻ രാജാറാം മോഹൻ റോയ്. നീലം കലാപം നടന്നത് ബംഗാളിലാണ്. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം 1917. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെ? ഉത്തരം കൽക്കട്ട. കൽക്കട്ടയിലാണ് രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്? 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകനെന്ന് അറിയപ്പെടുന്നത്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകനെന്ന് അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം? ഉത്തരം ബ്രഹ്മസമാജം. ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? 1815. 1815 ആത്മീയ സഭ രൂപീകരിച്ചത്. ഒന്നും കൂടെ നോക്കാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകനെന്ന് അറിയപ്പെടുന്നത്? ഉത്തരം രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയാണ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകനെന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം? ഉത്തരം ബ്രഹ്മസമാജം. ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? 1815. 1815 ആത്മീയ സഭ രൂപീകരിച്ചത്. അപ്പോൾ നമ്മൾ 50 ക്വസ്റ്റ്യനാണ് പറഞ്ഞത്. PSC മിക്ക പരീക്ഷകൾക്കും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതിലെ കുറച്ച് ക്വസ്റ്റ്യനാണ് എടുത്തിട്ടുള്ളത്. ഇത് വീണ്ടും പരീക്ഷകൾക്ക് ഇത് വീണ്ടും ആവർത്തിച്ച് ചോദിക്കാം. അതുകൊണ്ട് പഠിക്കുക. ഇനി ബാക്കി നമുക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യാം, വീഡിയോ അപ്ലോഡ് ചെയ്യാം. എല്ലാവരും നല്ലതുപോലെ പഠിക്കുക. ആ റിലേറ്റഡ് ഫാക്ട്സ് വീഡിയോ ചെയ്തത് 10th പ്രിലിംസിൻ്റെ സെക്കൻഡ് സ്റ്റേജും ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും റിലേറ്റഡ് ഫാക്ട്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് 3, 4 ഘട്ടക്കാർ തീർച്ചയായും പഠിക്കുക. അതിൽ ഉപകാരപ്പെടും നിങ്ങൾക്ക്. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. വീണ്ടും ആവർത്തിച്ച് ചോദിക്കാം. ആ ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് ചോദിക്കാം. അതുകൊണ്ട് നല്ലതുപോലെ പഠിക്കുക. സയൻസിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സയൻസ് ക്വസ്റ്റ്യൻ മൊത്തം SCERT പാഠപുസ്തകത്തിലെ ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് SCERT പാഠപുസ്തകവും നല്ലതുപോലെ പഠിക്കുക. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.